ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. ഞാനിവിടെ റിവ്യൂ എടുക്കാൻ വന്നത് തന്നെയാണ്, പക്ഷെ ഇവിടെ പടം കാണാൻ വേണ്ടിയാണ്. സർവമായ ഫസ്റ്റ് ഡേ ആണ്. കേട്ടോടത്തോളം നല്ല അഭിപ്രായമാണ് വരുന്നത്. എന്താവെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഓഡിയൻസ് റിവ്യൂ എടുക്കണോ വേണ്ടല്ലേ? എന്ത് റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഓഡിയൻസാണ്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് 5% രേഖപ്പെടുത്തുക. പടം കണ്ടിട്ട് ബാക്കി. ഓക്കെ. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. ഐ ആം യുവർ വിപിൻ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സർവമായ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഞാൻ വളരെ സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ക്രിസ്മസ് ടൈമാണ്, നല്ല ഹാപ്പി ആയിരിക്കും. സോറി, എല്ലാവർക്കും മെരി ക്രിസ്മസ് കേട്ടോ, പറയാൻ മറന്നുപോയി. ക്രിസ്മസ് ഒരു വൈബ് സമയമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സിനിമ സർവമായ അഖിൽ സത്യനാണ് സംവിധാനം ചെയ്തത്. ജസ്റ്റിൻ പ്രഭാകരാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ക്യാമറ കാരണം എനിക്ക് അറിയില്ല കേട്ടോ, അതൊക്കെ ഇനി നോക്കിയിട്ട് വേണം. ഞാൻ ഓടിയാണെങ്കിൽ നമുക്കത് നോക്കി ചെയ്യാം, പക്ഷെ ഇപ്പോൾ അത് നടക്കില്ലല്ലോ. അത്ര പേര് ഓർമ്മയിരിക്കില്ല പേരുകളൊന്നും. എന്തായാലും എല്ലാവർക്കും അടിപൊളിയാണ് സിനിമ. ടെക്നിക്കലി ടു ഗുഡ്. സിനിമയുടെ ഒരു വൈബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൊറർ കോമഡി എന്ന് പറയേണ്ട ആവശ്യമില്ല, ഒരു ഫാമിലി ഡ്രാമ. വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളി ഇസ് ബാക്ക്. 100% ഉറപ്പിച്ചു പറയാൻ ഈസ് ബാക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സേഫ് സോൺ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പുള്ളി അട്ടിക്കാൻ പറ്റിയൊരു നടന്മാര് ഇന്ന് മലയാളത്തിലില്ല, യങ്സ്റ്റേഴ്സിൽ കേട്ടോ. കാരണം പുള്ളിക്കാരനൊരു എന്താ പറയുക, നമ്മളൊരു അയൽവാക്കത്തെ ചേട്ടൻ അല്ലെങ്കിൽ അയൽവാസി, നമ്മളൊരു സുഹൃത്ത്, ആ ഒരു വൈബിൽ കിട്ടുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നൊരു ടൈമിന്. പിന്നീട് ആള് ജനറേറ്റ് ഷിഫ്റ്റ് ചെയ്ത് കുറേ ഐറ്റംസ് വന്നു, പക്ഷെ അതൊന്നും വർക്കായില്ല. പക്ഷെ ഈ സിനിമ അങ്ങനെയല്ല, ഭയങ്കര രസമാണ്. കാരണം എന്താ, ഈ സിനിമയിലെ ഏറ്റവും വലിയ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇവർ വളരെ സിമ്പിളായിട്ടൊരു പ്ലോട്ട് എടുത്തിട്ട് അതിന് കിഡ്ന സ്ക്രീൻ പ്ലേ ഇറക്കിച്ചു. ആ സ്ക്രീൻ പ്ലേക്ക് പറ്റിയ ക്യാരക്ടേഴ്സ്, അതായത് അതിന് പറ്റിയ ആക്ടേഴ്സിനെ കൊണ്ടുവന്നു. ജനാർദ്ദനൻ ചേട്ടൻ, അതുപോലെ ഈ സിനിമയിലെ റിയ ഷിബു എന്ന് പറയുന്ന കുട്ടിയാണ് ഇതിലൊരു മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ അജു വർഗീസ് നിവിൻ കോമ്പോ പറയേണ്ട ആവശ്യമില്ല, പെർഫെക്റ്റ്ലി വർക്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ പഴയ ചേട്ടത്തി പറയണ വച്ചല്ലേ, താപ്പാനയിലൊക്കെ ഉണ്ടായിരുന്നു, അവരെ ക്ലാസ്മേറ്റ്സിലൊക്കെ ഉള്ള നൂലുണ്ടാകും, ഇഷ്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടമല്ല, സോറി, ഇഷ്ടമാണെന്ന് തോന്നുന്നു, ഇഷ്ടോ പ്രിയ അങ്ങനെ എന്തൊരു പടം ഉണ്ടല്ലോ, ആ സിനിമയിലൊക്കെ ഉള്ള ഒരാള്. പുള്ളിയൊക്കെ ഒരു ചെറിയ കംബാക്ക് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ക്യാരക്ടറുള്ള, അധികം എല്ലാം നല്ല രസമായി ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ വില്ലനീസ് ഒക്കെ കാണിച്ചിട്ടാണ് പോകുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ മ്യൂസിക് ജസ്റ്റിൻ പ്രകാരം കയറി മേഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ആ ഒരു ഫീൽ നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. ആ ഒരു ആംബിയൻസിന് പറ്റിയ മ്യൂസിക്, അതുപോലെ ലൊക്കേഷൻസ്, തനി നാട്ടുമ്പുറം കേരളം, പിന്നെ ബാംഗ്ലൂർ കുറച്ച് സീക്വൻസ് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ മുംബൈ, അങ്ങനെ കുറച്ച് ലൊക്കേഷൻസുകൾ പുറത്ത്. അധികവർഷം കേരളത്തിലുള്ള ഒരു ഗ്രാമപ്രദേശം എന്ന് പറയാം. നമ്മൾ ആ പഴയ ഗ്രാമീണത, പ്രകൃതി ഭംഗി, നൊസ്റ്റാൾജി അതിങ്ങോട്ട് കിട്ടും. കൂടെ ഈ സിനിമയുടെ സ്റ്റോറിയിൽ വരുന്ന ഒരു പ്രധാന കഥാപാത്രം റിയ ഷിബു, ഒരു പ്രൊഡ്യൂസറാണ്. മുറയുടെ ഒക്കെ പ്രൊഡ്യൂസർ അവരാണെന്നാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. കിട്ടുന്ന പെർഫോമറാണ്, നല്ല നീറ്റായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കല്ല ഇഷ്ടം. കാരണം നിവിനോളം തന്നെ ഈ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണത്. അവർ രണ്ടുപേരാണ് ഈ സിനിമ ഫുൾ ഓൺ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ സത്യനന്ദിക്കാടിന്റെ കാലത്തിന് ശേഷം ഇനി ആരായിരിക്കും അങ്ങനെയുള്ള കുറച്ച് ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമകൾ നമുക്ക് തരാൻ പോകണമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇതിൽ കിട്ടി. അഖിൽ സത്യൻ, അച്ഛൻ്റെ പേര് കാക്കാൻ പറ്റിയ മോൻ തന്നെ, ഒരു സംശയം വേണ്ട. പിന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങിൽ എനിക്ക് കുറച്ച് പോരായ്മകൾ തോന്നിയൊരു സംഭവമാണ്. ലെങ്ത് കുറച്ച് കുറയ്ക്കാനും തോന്നി. കാരണം ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണെങ്കിലും കുറച്ച് ഇവർക്ക് ഒന്നുകൂടെ സ്പീഡപ്പ് ആക്കായിരുന്നല്ലോ. അതിങ്ങനെ കണ്ടിരിക്കാൻ രസമാണ്. കാരണം എവിടെയും ബോറടിക്കുക അല്ലെങ്കിൽ നമുക്ക് എവിടെയും മിസ്സാവുന്ന സംഭവങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ നമുക്കിത് ഒന്ന് ട്രിം ചെയ്യായിരുന്നു, ചെറുതാക്കി ഒന്ന് ഷോർട്ട് ചെയ്യായിരുന്നു. സംഭവം 2 മണിക്കൂറിന് മേലെ ഉണ്ടെന്നാണ് എൻ്റെ ഊഹം. സിനിമ ഏകദേശം 2 മണിക്കൂറിന് മേലെ ഉണ്ട്. അത് നമുക്ക് അറിയും ചില സിറ്റുവേഷനിലൊക്കെ. അതുപോലെ വിനീത് സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പഴയ സിനിമകളിലൊക്കെ ഉള്ളൊരു നടി ഉണ്ടായിരുന്നു, അവരുടെ പേര് എനിക്കറിയില്ല, അവർ ഈ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അതായത് ഞാൻ പറയാമല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ, അത് മധുവാര്യർ, അദ്ദേഹത്തിന് നല്ല നല്ല വേഷങ്ങൾ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവരൊന്നും നമ്മളിപ്പോൾ കുറേ കാണാറില്ല. സ്ക്രീനിൽ കാണാത്ത കുറേ നടന്മാരെയൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. കാരണം നമുക്കൊരിത് കിട്ടും, എന്ത് ഓക്കെ, കുറെ പുതിയ ആളുകൾ മാത്രമല്ല, അവരുടെ പഴയ പേര് ഇപ്പോഴും ടാലന്റഡ് ആയിട്ടുള്ളവർക്ക് അവസരം കിട്ടാതിരിക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഒരു രസമല്ലേ കണ്ടിരിക്കാൻ. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയുടെ ലൊക്കേഷൻസ് ഒക്കെ ഭയങ്കര രസം, ഭയങ്കര ഒരു ഫ്രഷ്നെസ്. സംഭവം പഴയ ഗ്രാമീണ സെറ്റപ്പാണ്, പക്ഷെ അത് ഭയങ്കര രസമുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന രീതി. അതുപോലെ തന്നെ ഈ സിനിമയിൽ മറിമാൻ ടീം ഒരുവിധം എല്ലാവരും ഈ സിനിമയിലുണ്ട് കേട്ടോ. ചെറിയ വേഷങ്ങളിലായിട്ട് അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കിട്ടിയ ക്യാരക്ടറുകളൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പടത്തിൽ മൊത്തത്തിൽ തന്നെ ഒരു ഹൊറർ അങ്ങനെ കാര്യമായിട്ടില്ല, എന്നാൽ പോലും കോമഡി അത്യാവശ്യത്തിനുണ്ട്. കാരണം അതിൽ ആത്മാരാമ എന്ന് പറഞ്ഞ ആ സോങ് അത് നിങ്ങളെ ചിരിപ്പിച്ചിരിക്കുക. അത് ഞാൻ പറയുന്നത് സ്പോയിലർ അല്ല കേട്ടോ, അത് എപ്പോഴാണ് വരിക എന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് അത്യാവശ്യം നീറ്റാണ്, പക്ഷെ അത്ര ബോറായി ഒന്നും ചോദിക്കാൻ പറ്റില്ല. നീമ്പോളുടെ സ്റ്റൈൽ ഓഫ് ആക്ഷൻ അത്രേ ഉള്ളൂ, അല്ല കാര്യമായിട്ട് ഫൈറ്റ് സീക്വൻസ് ഒന്നും പറയാനില്ല. പിന്നെ സിനിമയത്തെ മ്യൂസിക്കും കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്കിതിൽ അധികമായിട്ട് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇതിലെ നിവിൻ പോളി റിയ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവരുടെ ആ കെമിസ്ട്രി കിട്ടിലനായിട്ട് വർക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഈ സിനിമ എവിടെയും ബോറടിക്കാത്തത്. ബോറടിക്കാൻ ഞാൻ മീൻസ് ഞാൻ ലാഗ് ഉണ്ടെന്ന് പറഞ്ഞത് ഒരിക്കലും ഈ സിനിമ നിങ്ങൾക്ക് ബോറടിക്കുന്നല്ല കേട്ടോ, നന്നായി എൻജോയ് ചെയ്യാനുള്ള സിനിമ ഉണ്ട്. പക്ഷേ ലെങ്ത് തന്നെ ആസ് എ ഒരു ഓഡിയൻ എനിക്കിത് കുറച്ചുകൂടെ സ്ലോ ആക്കായിരുന്നു ട്രിം ചെയ്യായിരുന്നു തോന്നിപ്പോയി. വേറെ ഒരു പ്രശ്നമില്ല, സിനിമ നിങ്ങൾക്കൊക്കെ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടും. വീമ്പോളൊരു ക്ലീൻ എന്റർടൈൻമെന്റ് ഫിലിമാണ്. നാല് കുഴയോട് പറയാൻ വയ്ക്കില്ല, എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. കാരണം വീമ്പോളെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ആക്ടറാണ്. മോഹൻലാലിന് ശേഷം മലയാളത്തിൽ ഞാൻ കണ്ട ഒരു നാച്ചുറൽ ആക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. ഫഫയൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ ഒന്നും ഇല്ലാത്തൊരു സംഭവമുണ്ട്. നമ്മളൊരു ഭയങ്കരമായിട്ട് ഇന്നാവും, നമ്മളെ കൂടെ നടക്കുന്ന ഒരാളെന്നൊക്കെ പറയില്ല, ആ ഒരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നീമ്പോളി സിനിമകളൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ട് അതിന്. ഒരു കാലഘട്ടം വരെ പുള്ളിക്കാരൻ്റെ സിനിമകൾ ഞാൻ കണ്ടിന്യൂ തിയേറ്ററിൽ പോയി കണ്ടിരുന്ന ഒരാളാണ്. അവസാനം വന്ന സിനിമകളാണ് എനിക്ക് ഒരു വർക്ക് ആവാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു സങ്കടം മാറി കിട്ടി. വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്കാരൻ്റെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നല്ല ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ വന്നു. ഇഷ്ടംപോലെ ചിരിക്കാണ്ട്. ഒരു അജു വർഗീസിനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഈ സിനിമയിൽ, നല്ല രസകരമായി ചെയ്തിട്ടുണ്ട്. ഇവരെ പൂജ കർമ്മങ്ങൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കും, ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ഈ സിനിമ. എവിടെ നിങ്ങൾ ബോറടിപ്പിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് എനിക്കറിയില്ല, ഇത് എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവില്ലല്ലോ കാണുന്നതൊക്കെ. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ തോന്നുന്നത് നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഇനി ഇതുപോലുള്ള റിവ്യൂസിനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഋഷഭയുടെ റിവ്യൂ ഞാൻ ചിലപ്പോഴേ ചെയ്യുന്നുണ്ടാവുള്ളൂ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യമേ വലിയൊരു ഹൈപ്പ് ഇല്ലാത്തൊരു സിനിമയാണത്. പിന്നെ ചില ടൈം കിട്ടിയാൽ പോയി കാണാമെന്നുള്ളൊരു മൈൻഡേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്ന അറിയുന്നത്, എന്നാൽ ഞാൻ പോയി കാണാമല്ലോ എനിക്ക്. കാരണം നമ്മൾ വെറുതെ എങ്ങനെ ടിക്കറ്റിന് ക്യാഷ് കൊടുത്ത് ടൈം കളയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ പടം ഞാനൊന്ന് പോയി കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ റിവ്യൂ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വെച്ചാൽ സന്തോഷം. ഇനിയും വേറൊരു വീഡിയോയായി നമ്മൾ വീണ്ടും വരും. ഈ സിനിമയത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് ഹൊറർ കോമഡി മീൻസ് അല്ലാതെ ഇതിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കോൺസെപ്റ്റുള്ള മറ്റൊരു സിനിമ കൂടെ ഉണ്ടായിരുന്നു മലയാളത്തിൽ പണ്ട് ഇറങ്ങിയ ലാലേട്ടൻ്റെ. ആ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ പറയണം. ആ സിനിമ ഏതാണെന്ന് കേട്ടോ. അതിനെ പറ്റി നമ്മളൊരു വീഡിയോ ആയിരിക്കും അടുത്തത്. ഓക്കെ, അടുത്ത സിനിമയായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.